സെക്കൻഡ് ടൈമാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ ഒരു കോളേജിൽ രണ്ടാമത് പോകുന്നത് ആക്ച്വലി ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവര് വീണ്ടും അന്നും നിങ്ങളല്ലായിരുന്നു വേറെ ഓക്കെ 3 വർഷം എന്തോ കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. അപ്പം വീണ്ടും മീറ്റ്സിൽ വരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ഓക്കെ, അതിലും കൂടുതൽ നമ്മൾ വീണ്ടും സംസാരിക്കാം. ബേസിക്കലി നിങ്ങൾ കോളേജിലേക്ക് അടിച്ചു വിളിക്ക്. ഇത് നിങ്ങളുടെ കോളേജ് ഡേ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിച്ചു കൊടുക്കും. I invite Abhinav, principal, for the keynote speech. Please, sir. Hi. Hi. സെറ്റല്ലേ? കൈയെടുത്താ ഞാൻ വരുമ്പോൾ കാണാം തിരുവനന്തപുരത്ത്. അവിടെയൊക്കെ ഞാൻ വരുമ്പോൾ ഇതിനേക്കാളും വലിയ കൈഡിയും കിട്ടാറാണ്. എന്നിട്ടും തരുന്നില്ലല്ലോ, ദാരിദ്ര്യമുള്ള ദൈവം. താങ്ക് യു, ഒരുപാട് സന്തോഷം. ആദ്യമേ എനിക്ക് ഫസ്റ്റ് ഒരു കൈഡി തന്നെ. ഇത് എന്തിനാണെന്നറിയോ? ഇതിവിടെ യൂണിയൻ ഉണ്ടോ? സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടല്ലോ. എടാ, നിങ്ങളാണ് ഈ നട്ടുച്ച വേലത്തിക്കുന്നത്. നിങ്ങൾ തളർത്തിക്കേണ്ട ആൾക്കാരാണ്. യൂണിയനാണ് കേട്ടോ ഈ കൈഡി. കാര്യം നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം സുഖത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ അവർ ഇതിന്റെ പിന്നിൽ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കോളേജിൽ പഠിച്ചു വന്ന് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാവും. അവർക്കാണ് ഈ കൈയടി. 2, ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ ഇതിന്റെ പ്രേമോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരായിരിക്കും ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. ഞാനും ഇതുപോലൊരു യൂണിയനിലേക്ക് പ്രവർത്തിച്ചു വന്ന ആളായതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ അത് വളരെ നല്ലതാണ്, രാഷ്ട്രീയം ഇല്ലാതെ വരുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൾ ചേട്ടനത് സാർ കണ്ടിട്ട് എനിക്ക് ചേട്ടൻ വിളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാ ചേട്ടൻ മതി ഓരെ, പുള്ളിക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ എന്താണ്, നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് പാത്രത്തിന്റെ പേരിലാണ്. എനിക്ക് ബിഗ് ബോസാണ് ഓർമ്മ വന്നത്. ഇവിടെ അല്ലല്ല, ഇവിടെ നോമ്പ് തുറക്കുമ്പോ പാത്രത്തിനാണ് അടി. അവിടെ പാത്രത്തിലൊന്നും ഇല്ലാത്തോണ്ടാണ് അടി. ഇത്തവണ ചായക്കാണ് അടി. കാണാറുണ്ടോ എല്ലാരും? ആരെ ഇഷ്ടം? അനാർക്കലി പഠിക്കാൻ ബിഗ് ബോസിലുള്ളത്. അതാണ് ഇവിടെ കോളേജിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഈ അനാർക്കലിയെ 2ാം വട്ടം കാണാൻ ഭാഗ്യം ചെയ്ത ആൾക്കാരൊക്കെ വേണം മോനെ. അത് പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും ഭാഗ്യം. 2ാം വട്ടം കണ്ടില്ലേ? ഞങ്ങൾ 1ാമത്തെ വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. മെയ് 24-ാം തീയതിയാണ് മന്ദാകിനി റിലീസാകുന്നത്. ഇവിടെ ഇപ്പോൾ മിസ്സായ 2 പേരുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരാൾ ഈ പടത്തിന്റെ നായകനാണ്, അൽത്താഫ് സലീം. അൽത്താഫ് ഈ പടത്തിന് ഇവിടെ ഇപ്പൊ എത്താൻ പറ്റാത്തത് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് അടുത്ത പടം ഡയറക്ട് ചെയ്യുന്നതുകൊണ്ടും ഒക്കെയാണ് വരാൻ പറ്റാതെ പോയത്. പിന്നെ ഇപ്പൊ നിങ്ങളൊരു അറിയാം, നിങ്ങളൊക്കെ പലരും ഇരുന്ന് നമ്മൾ പലരും സംസാരിക്കുമ്പോൾ എനിക്ക് മുന്നേ ദീർഘമായ പ്രസംഗങ്ങൾ ഹലോ ഉണ്ടല്ലേ, ദീർഘമായ പ്രസംഗങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ സാറന്മാര് അവരൊക്കെ പറഞ്ഞു ഇത് ഇപ്പോഴെങ്കിലും തീരുമെന്ന് ആലോചിച്ച് ചില പിള്ളേരൊക്കെ ഇരുന്നിട്ട് എവിടെ കൊണ്ട് എത്തിക്കും, റിപ്പോർട്ട് വായിക്കും, ഇതിപ്പോ തീരുമോ, എങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നവരുടെ മുഖങ്ങൾ ഞാനിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ദീർഘമായ പ്രസംഗങ്ങളിലേക്ക് ഇവിടെ ആരും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് മെയ് 24 ആരും മറക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പടം കാണണം. ഒരു 2 മണിക്കൂർ സംതിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചിരിക്കാൻ പറ്റിയ പരിപാടികളാണ്. അതിന് വേറെ കാര്യം പറഞ്ഞത്, നിങ്ങളൊക്കെ ഭയങ്കര വെയിലത്താണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. ഞങ്ങളും അതുപോലെ. ഹലോ, ഇത് ഞാൻ സംസാരം നിർത്താൻ വേണ്ടി ഇടയ്ക്ക് കട്ട് ചെയ്യുന്നതാണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ഈ വെയിലും പരിപാടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പടത്തില് അത് വിത്ത് പെർമിഷൻ ചോദിക്കണം. കാര്യം ഇതിനു മുന്നേ ഇവിടെ വന്നിട്ട് പോയത് ആവേശം ടീമാണെന്ന് തോന്നുന്നു അല്ലേ? ആരെ വന്നിട്ട് പോയി ഇവിടെ അല്ലേ? ആര്? അതിപ്പോ കുഴപ്പമില്ല. ആവേശം കണ്ടോ നിങ്ങളെല്ലാരും? ആവേശത്തിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇല്യൂമിനേറ്റി സോങ് ആയിരിക്കും അല്ലേ? ഏടാ മോനെ, അതെ, ഇല്യൂമിനേറ്റി സോങ് പാടിയ ആള് ആരാ? ഡബ്സിയല്ലേ പാടിയത്?
ഓക്കെ, ഇന്നിവിടെ ഡബ്സി ഇവിടെ വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ ഡബ്സി UK പോയതുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ആ ഡബ്സി പാടിയ ഒരു പാട്ട് ഞങ്ങളുടെ സിനിമയിലും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിനെ വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ഞങ്ങൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഇത് കണ്ടപ്പോ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആളാരെന്ന് വെച്ചാൽ എന്റെ പ്രൊഡ്യൂസറാണ്. കണ്ണടി വെച്ചിരുന്ന് ഉറങ്ങുവാണോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ? ഇല്ല. ഓക്കെ, സഞ്ജുവിന്റെ കൂടെ ഉണ്ട്. സഞ്ജുവിന്റെ പെർമിഷൻ സഞ്ജുവിടെ തരുവാണെങ്കിൽ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാം. സഞ്ജുട്ടൻ വന്നു. സഞ്ജുട്ടൻ വന്നിട്ട് അല്ല, ഇത് വേറെ കാര്യമുണ്ട്. ഇതിവിടെ ഇല്ലല്ല, ഇതിവിടെ പ്ലേ ചെയ്യുവാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ സിനിമയിലെ പാട്ട് കേൾക്കാൻ പോകുന്നത് നിങ്ങളാണ്. പ്ലേ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഒഫീഷ്യൽ പരിപാടികളൊന്നും അറിയില്ല. ഇതിന്റെ കോപ്പി റൈറ്റ്സ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയാതെ പറഞ്ഞതാണ്. ഇനി അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സഞ്ജോട്ട് പറഞ്ഞു കേട്ടോ. അവന്മാർ ഇറങ്ങി വന്നായിരുന്നു. ഇനി എനിക്കാ പ്രശ്നം. പ്ലീസ്. അധികമാണ് ചെയ്തേക്കുന്നത്. അവര് പറയുന്നത് പാട്ട് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു തരുന്നത് പാട്ടിങ്ങൾ പ്ലേ ഞാൻ പറഞ്ഞു തരാം. പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. ഞാൻ 12th വരെ പഠിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കോളേജിൽ വരുന്നത്. ഞാൻ നിങ്ങളോട് ഇതെല്ലാം കേട്ടു. ജനാധിപത്യം, ഡെമോക്രാസി, സംഗതി എല്ലാം കേട്ടു. എനിക്കിതൊന്നും കിക്കല്ല ഈ സാധനം. എനിക്കൊന്നും മനസ്സിലാവുന്നവരില്ല. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തിന്റെ പുറകെ പോവുക. തിരിഞ്ഞു നോക്കി ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലാഷ് ബാക്ക് നമുക്ക് കിട്ടും. ആ ഫ്ലാഷ് ബാക്ക് ആണ് നമ്മുടെ ജീവിതം. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് നിങ്ങളോട് സാധനം. എഴുത്തും വാങ്ങി എനിക്ക് അറിയാത്തതുകൊണ്ട് ലീഗൽ എഗ്രിമെന്റ് ഞാൻ വായിച്ചിട്ടില്ല. പാട്ട് എന്നോട് പ്ലേ ചെയ്യും. അല്ലല്ല, എനിക്ക് സഞ്ജു സാംസൺ കഴിഞ്ഞ അടുത്ത് ഈ സഞ്ജുട്ടനാട്ടാ. അല്ലല്ല, സഞ്ജുട്ട് പറഞ്ഞല്ലോ പ്ലേ. നിങ്ങൾക്ക് ലീഗിൽ ഇഷ്യൂസ് പുള്ളി നോക്കിക്കോളും. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ മുങ്ങും. പ്ലേ ചെയ്യാം. ഓക്കെ അല്ലേ? കുളിക്കണ്ടേ? അപ്പൊ എല്ലാവരും ഒന്ന് കൂവിക്കാദ്യം. ഇപ്പൊ ഞാൻ പോവാൻ പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്ന പ്രതീതി നിങ്ങൾക്ക് ഇല്ലായിരുന്നു. ആ സന്തോഷം ഒന്ന് കൈവരിക്കാൻ. ഇനി പാട്ട് പറയാം.